Good evening everyone. Class 7 Social Science Chapter 3 Constitution Path and Guiding Light. അതിലെ പാർട്ട് 2 ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ഡൈവേഴ്സ് ഫീച്ചേഴ്സ്, സവിശേഷതകൾ ഒട്ടേറെ. ഇന്ത്യ ഹാസ് ദ ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത്. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 26 January 1950 ഹാഡ് 22 പാർട്സ്, 395 ആർട്ടിക്കിൾസ് ആൻഡ് 8 ഷെഡ്യൂൾസ്. 1950 ജനുവരി 26 നിലവിൽ വന്ന നമ്മുടെ ഭരണഘടനയിൽ 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും ഉണ്ടായിരുന്നു. വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ? എന്തൊക്കെയാണ് നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ? പാർലമെൻ്ററി ഡെമോക്രസി, പാർലമെൻ്ററി ജനാധിപത്യ ഭരണം. ദ ലെജിസ്ലേച്ചർ കൺട്രോൾസ് ദ എക്സിക്യൂട്ടീവ് ഓഫ് ദ കൺട്രി. രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു. പോപ്പുലർ സോവറിനിറ്റി, ജനങ്ങളുടെ പരമാധികാരം. ഓൾ ദ പവേഴ്സ് ഓഫ് ദ നേഷൻ ഒറിജിനേറ്റ് ഫ്രം ദ പീപ്പിൾ. രാഷ്ട്രത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ. ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് ഗ്യാരണ്ടീഡ് സർട്ടൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ബൈ ദ സ്റ്റേറ്റ്. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങൾ. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, മൗലിക കടമകൾ. റെസ്പോൺസിബിലിറ്റീസ് ദാറ്റ് എവരി ഇൻഡിവിജ്വൽ ഓവ്സ് ടു ദ നേഷൻ ആൻഡ് സൊസൈറ്റി. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഡയറക്ഷൻസ് ഗിവൺ ടു ദ സ്റ്റേറ്റ് ടു എൻഷുർ സോഷ്യൽ ആൻഡ് എക്കണോമിക് റൈറ്റ്സ്. സാമൂഹിക സാമ്പത്തിക അവകാശങ്ങളെ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ. റൂൾ ഓഫ് ലോ, നിയമവാഴ്ച. ഓൾ സിറ്റിസൻസ് ആർ സബ്ജക്റ്റ് ടു ദ ലോ, നോ വൺ ഈസ് എബോവ് ദ ലോ. എല്ലാ പൗരനും നിയമത്തിന് വിധേയനാണ്, ആരും നിയമത്തിന് അതീതരല്ല. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. റൈറ്റ് ടു വോട്ട് ഗിവൻ ടു ഓൾ ഹു അറ്റൈൻഡ് എ പർട്ടിക്കുലർ ഏജ്. നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം. ഇൻഡിപെൻഡൻ്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യറി, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. ദ ജുഡീഷ്യൽ സിസ്റ്റം ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ദ ലെജിസ്ലേച്ചർ ആൻഡ് എക്സിക്യൂട്ടീവ്. നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനം. ഫെഡറലിസം, എ സിസ്റ്റം ഇൻ വിച്ച് പവർ ഈസ് ഡിവൈഡഡ് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് ദ സ്റ്റേറ്റ്. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിക്കപ്പെടുന്ന സംവിധാനം. സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഏക പൗരത്വം. ദർ ഈസ് ഓൺലി വൺ സിറ്റിസൺഷിപ്പ് ഇൻ ദ കൺട്രി. ദർ ഈസ് നോ സെപ്പറേറ്റ് സിറ്റിസൺഷിപ്പ് ഫോർ സ്റ്റേറ്റ്സ്. രാജ്യത്ത് ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ, സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക പൗരത്വമില്ല. ചെക്ക് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഡ്രോ സ്മൈലി അഗെയിൻസ്റ്റ് കറക്റ്റ് വൺസ്. അവർ കോൺസ് വർക്ക് അണ്ടർ ഗവൺമെൻറ്റ്സ്. സർക്കാരുകളുടെ കീഴിലാണ് നമ്മുടെ കോടതികൾ പ്രവർത്തിക്കുന്നത്. ശരിയാണെങ്കിൽ ശരിയെന്ന് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ തെറ്റായിട്ട് മാർക്ക് ചെയ്യുക. സർട്ടൻ പവേഴ്സ് ആർ വെസ്റ്റഡ് എക്സ്ക്ലൂസീവ്ലി വിത്ത് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായി ചില അധികാരങ്ങളുണ്ട്. ശരിയാണെങ്കിൽ ശരിയെന്ന് എഴുതുക. എവരിവൺ ഹു ടേൺസ് 18 ഹാസ് ദ റൈറ്റ് ടു വോട്ട്. 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. നോ വൺ ഈസ് എബോവ് ദ ലോ. ആരും നിയമത്തിന് അതീതരല്ല. എ പേഴ്സൺ ഇൻ ഇന്ത്യ ഹാസ് ദ സ്റ്റേറ്റ് സിറ്റിസൺഷിപ്പ് ഇൻ അഡീഷൻ ടു നാഷണൽ സിറ്റിസൺഷിപ്പ്. ഇന്ത്യയിലുള്ള ഒരാൾക്ക് ദേശീയ പൗരത്വത്തിനും പുറമെ സംസ്ഥാന പൗരത്വം കൂടി ഉണ്ടാകും. ഇൻ ഡെമോക്രസി ദ പീപ്പിൾ ആർ സോവറിൻ. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരികൾ. ആസ് വി ഹാവ് റൈറ്റ്സ് സോ വി ഹാവ് ഡ്യൂട്ടീസ് ടു. അവകാശങ്ങൾ ഉള്ളതുപോലെ നമുക്ക് കടമകളുമുണ്ട്. നോ വൺ ഹാസ് കൺട്രോൾ ഓവർ പ്ലേഴ്സ്. നമ്മുടെ ഭരണാധികാരികൾക്കുമേൽ ആർക്കും നിയന്ത്രണമില്ല. അടുത്തതായിട്ട് സോഴ്സസ് ഓഫ് ലോ. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ഫണ്ടമെൻ്റൽ ലോ ഓഫ് ദ നേഷൻ. നമ്മുടെ ഭരണഘടന രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന നിയമ സംഹിതയാണ്. എനി ലോ ഫ്രെയിംഡ് ബൈ സെൻറ്റർ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഷുഡ് ഫോളോ ദ പ്രൊവിഷൻസ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായി മാത്രമേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഏതൊരു നിയമവും നിർമ്മിക്കാൻ കഴിയൂ. Thus, the boundaries within which governments can make and enforce laws are decided by our constitution, which holds a position as the supreme system and source of law.
സർക്കാരുകൾക്ക് നിയമങ്ങൾ നിർമ്മിക്കാനും നടപ്പിലാക്കാനും കഴിയുന്ന അതിരുകൾ ഭരണഘടന നിർവചിച്ചു നൽകുന്നു എന്നർത്ഥം. നിയമത്തിൻ്റെ വ്യവസ്ഥ എന്ന നിലയിലും സ്രോതസ് എന്ന നിലയിലും പരമോന്നത സ്ഥാനമാണ് ഭരണഘടനയ്ക്ക് ഉള്ളത്. ഇനി പറയുന്ന കുറച്ച് ആക്റ്റുകളാണ്. ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, വനം വന്യജീവി സംരക്ഷണ നിയമം. നാഷണൽ സെക്യൂരിറ്റി ആക്ട്, ദേശീയ സുരക്ഷാ നിയമം. ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട്, ബാലവേല നിരോധന നിയമം. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട്, ദുരിത നിവാരണ നിയമം. ഫുഡ് സെക്യൂരിറ്റി ആക്ട്, ഭക്ഷ്യ സുരക്ഷാ നിയമം. ലാൻഡ് റിഫോംസ് ആക്ട്, ഭൂപരിഷ്കരണ നിയമം. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, വിവരാവകാശ നിയമം. ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, ബാലനീതി നിയമം. ലേബർ ലോ, തൊഴിൽ നിയമം. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട്, അഴിമതി നിരോധന നിയമം. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, വിദ്യാഭ്യാസ അവകാശ നിയമം. എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട്, പരിസ്ഥിതി സംരക്ഷണ നിയമം. All the laws mentioned above are made in accordance with the Constitution. മുകളിൽ പരാമർശിച്ചിട്ടുള്ള എല്ലാ നിയമങ്ങളും ഭരണഘടനാനുസൃതമായി നിർമ്മിക്കപ്പെട്ടവയാണ്. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം. The 1989 Convention on the Rights of the Child aims to prevent sexual violence against children and to ensure appropriate punishment to the perpetrators. കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കുവാനും 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വയ്ക്കുന്നു. പോക്സോ 2012, Protection of Children from Sexual Offences Act 2012 is an act enacted to implement the rights guaranteed by the Constitution of India, incorporating child-friendly measures without generation discrimination. The law considers all under the age of 18 as child. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിലവിൽ വന്ന നിയമമാണ് പോസ്കോ ആക്ട് 2012. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായി നിയമം പരിഗണിക്കുന്നു. ഹാവ് യു ഹേർഡ് ഓഫ് ദിസ് ലോ? ഈ നിയമത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എവറി ചൈൽഡ് ഹാസ് ദ റൈറ്റ് ടു ലീവ് സേഫ്ലി വിത്തൗട്ട് ഫിയർ ഇൻ ദ സൊസൈറ്റി. ഭയരഹിതമായും സുരക്ഷിതമായും സമൂഹത്തിൽ ജീവിക്കുവാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട്. എ ചൈൽഡ് മസ്റ്റ് ബി ഏബിൾ ടു ഐഡൻറ്റിഫൈ ദ അൺകംഫോർട്ടബിൾ ആൻഡ് അൺസേഫ് ടച്ചസ്, ലുക്സ്, ആക്ഷൻസ് എക്സെട്ര ഫ്രം എനി പേഴ്സൺ. അസ്വസ്ഥത ഉളവാക്കുന്നതും സുരക്ഷിതത്വമല്ലാത്തതുമായ സ്പർശനം, നോട്ടം, പ്രവൃത്തി മുതലായവ ഏത് വ്യക്തിയിൽ നിന്നുണ്ടായാലും അവ തിരിച്ചറിയുവാൻ കഴിയണം. They should be capable enough to say no to such acts, able to keep away and complain to the authorities. ഇത്തരം പ്രവൃത്തികളോട് അരുത് എന്ന് പറയുവാനും അകറ്റി നിർത്താനും അധികാരികളോട് പരാതിപ്പെടാനും ശ്രദ്ധ പുലർത്തണം. The law states that causes of sexual assault are to be reported under Section 19 to the Special Juvenile Police Unit or the local police. ലൈംഗികാതിക്രമ കേസുകൾ ഉണ്ടായാൽ അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് വകുപ്പ് 19 പ്രകാരം സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ ആണെന്ന് നിയമത്തിൽ വിവരിക്കുന്നു. ഓഫീസേഴ്സ് ഹാൻഡ്ലിംഗ് പോസ്കോ കേസസ് ആർ നോൺ as ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസേഴ്സ് CWPO. പോസ്കോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ CWPO എന്നറിയപ്പെടുന്നു. The Kerala State Commission for Protection of Child Rights has set up a monitoring system under Section 44 of the POSCO Act. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോസ്കോ നിയമത്തിൻ്റെ 44 വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. The Act ensures severe punishment to anyone who indulges in POSCO offences. പോസ്കോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും കഠിന ശിക്ഷ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. Functions of the Constitution, ഭരണഘടനയുടെ ധർമ്മങ്ങൾ. Apart from being the system and source of law, what other functions does the Constitution perform? നിയമത്തിൻ്റെ വ്യവസ്ഥ, സ്രോതസ് എന്നതിനപ്പുറം മറ്റേതെല്ലാം ധർമ്മങ്ങൾ ഭരണഘടന നിർവഹിക്കുന്നുണ്ട് എന്ന് പരിശോധിക്കാം. Establishes the rights and duties of the citizens. പൗരന്മാരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു. Defines and delimits the powers of the government. ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു.
ഡിഫൈൻസ് ദ ബേസിക് വാല്യൂസ് ആൻഡ് ഐഡിയൽസ് ഓഫ് ദ നേഷൻ. രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു. Ensures that all the administrative system of the country function according to the constitution. രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നു. It stands as the fundamental document that directs the nation. രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു. Act as a safeguard against tyranny and abuse of power. സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായ സംരക്ഷണ കവചമായി വർത്തിക്കുന്നു. പ്രിസർവിംഗ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു. പേജ് നമ്പർ 51 അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ചസ് ഫ്രം ടൈം ടു ടൈം. Constitutional amendment is the process of making changes in the constitution as per the changing social demands. The constitution itself explains how amendments can be made. According to Article 368, Parliament has the power to amend the constitution, but the basic structure of the constitution should not be amended. കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്താവുന്ന ഒന്നാണ് നമ്മുടെ ഭരണഘടന. മാറുന്ന സാമൂഹിക ആവശ്യങ്ങൾ പരിഗണിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയാണ് ഭരണഘടനാ ഭേദഗതി. എങ്ങനെയെല്ലാം ഭേദഗതികൾ വരുത്താമെന്ന് ഭരണഘടന തന്നെ വിശദീകരിക്കുന്നുണ്ട്. 368 വകുപ്പ് പ്രകാരം ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ്. എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യാൻ പാടുള്ളതല്ല. ഡു നോട്ട് ഷേക്ക് ദ ഫൗണ്ടേഷൻ. അടിത്തറ ഇളക്കരുത്. In 1973, the Supreme Court ruled that no change should be made to the basic structure of the Constitution. This verdict was made in the case filed by Keshavananda Bharati, the abbot of Kasargod, Ednir against the state of Kerala. 1973 കാസർഗോഡ് എടനീർ മഠത്തിൻ്റെ അധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസിലായിരുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്. എഡ്യൂക്കേഷൻ എ ഫണ്ടമെന്റൽ റൈറ്റ്. വിദ്യാഭ്യാസം മൗലിക അവകാശം. എഡ്യൂക്കേഷൻ വാസ് മെയ്ഡ് എ ഫണ്ടമെന്റൽ റൈറ്റ് ബൈ ദ 86th Constitutional Amendment in 2002. These provisions were added in the Constitution as Article 21A. The Right to Education Act 2009 was enacted on 4th August 2009 as per this amendment. The Act ensures free and compulsory education to all children between the age of 6 and 14 years. വിദ്യാഭ്യാസം മൗലിക അവകാശം. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കപ്പെട്ടത് 2002 86ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഈ വ്യവസ്ഥകൾ ഭരണഘടനയിൽ 21A വകുപ്പായി ചേർത്തിട്ടുണ്ട്. ഈ ഭേദഗതി അനുസരിച്ച് 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009. 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതാണ് പ്രസ്തുത നിയമം. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. The terms secularism, socialism and integrity were inserted in the preamble of the Constitution through the 42nd Amendment of 1976. 1976 42ാം ഭേദഗതി വഴിയാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തത്. Some other changes were also brought in the Constitution through this amendment. Due to the insignificant changes brought by this amendment, it is also called the mini constitution. ഭരണഘടനയിൽ വേറെയും ചില മാറ്റങ്ങൾ ഈ ഭേദഗതിയിലൂടെ വരുത്തിയിരുന്നു. സുപ്രധാനമായ നിരവധി മാറ്റങ്ങൾ വരുത്തിയതിനാൽ ഈ ഭേദഗതിയെ ചെറു ഭരണഘടന മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നു. അടുത്തതായിട്ട് നെക്സ്റ്റ് പേജ്. വെൻ ദ റൂൾസ് ആർ എൻഫോഴ്സ്ഡ്. നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ. ലാൻഡ് റിഫോംസ് ഈസ് യെറ്റ് ടു മെറ്റീരിയലൈസ് ഇൻ ദ കൺട്രി. രാജ്യത്ത് ഇനിയും യാഥാർത്ഥ്യമാകാതെ ഭൂപരിഷ്കരണം. ദ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ഈസ് സ്റ്റിൽ നോട്ട് ഇൻ റിയാലിറ്റി. സ്ത്രീധന നിരോധന നിയമം കടലാസിൽ തന്നെ. ആൽക്കഹോളിസം കനോട്ട് ബി പ്രിവെൻറ്റഡ് ബൈ ലോ അലോൺ. മദ്യവിപത്ത് നിയമം കൊണ്ട് മാത്രം തടയാനാവില്ല. ഡിമാൻഡ് ദാറ്റ് ചൈൽഡ് റൈറ്റ് ലോസ് ഷുഡ് ബി സ്ട്രിക്ട്ലി എൻഫോഴ്സ്ഡ്. ബാലാവകാശ നിയമങ്ങൾ കർശനമാക്കണമെന്ന് ആവശ്യം. What have you understood by reading the above headlines? മുകളിൽ നൽകിയ വാർത്താ തലക്കെട്ടുകൾ വായിച്ചല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നാണ് അതിൽ ചോദിക്കുന്നത്. It indicates the various challenges while implementing laws. What could be the reasons?
അപ്പോൾ നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ നേരിടുന്ന വിവിധ തരം വെല്ലുവിളികളാണ് ഇവിടെ സൂചിപ്പിച്ചത്. അപ്പം എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ എന്നാണ് ചോദിക്കുന്നത്. വേരിഡ് ഇൻട്രസ്റ്റ് ഓഫ് പീപ്പിൾ, അതായത് ജനങ്ങളുടെ വ്യത്യസ്തമായ താല്പര്യങ്ങൾ. ലെജിസ്ലേഷൻസ് ദാറ്റ് ഡസ് നോട്ട് ഫുള്ളി റിഫ്ലക്റ്റ് ദ വിൽ ഓഫ് ദ പീപ്പിൾ. അടുത്തതായിട്ട് ഇഗ്നോറൻസ് ഓഫ് ലോ, അതായത് ജനഹിതം പൂർണ്ണമായും ഉൾക്കൊള്ളാത്ത നിയമനിർമ്മാണങ്ങൾ. അവസാനത്തത് നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ. We are a society with diverse interests. However, everyone is constitutionally bound to obey the public laws. When new laws are formulated, criticism and struggles against them are likely to arise. വ്യത്യസ്ത താൽപ്പര്യങ്ങളുള്ള സമൂഹമാണ് നമ്മുടേത്. എങ്കിലും പൊതു നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവരും ഭരണഘടനാപരമായി ബാധ്യസ്ഥരാണ്. പുതിയ നിയമങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോൾ അവയ്ക്കെതിരെയുള്ള അഭിപ്രായങ്ങളും സമരങ്ങളും ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. It is natural in a democratic society. Such objections should be approached constitutionally and democratically. ഇത് ജനാധിപത്യ സമൂഹത്തിൽ സ്വാഭാവികവുമാണ്. ഇങ്ങനെ ഉയരുന്ന എതിർപ്പുകളെ ഭരണഘടനാപരമായും ജനാധിപത്യപരവുമായാണ് നമ്മൾ സമീപിക്കേണ്ടത്. ഓക്കെ, അപ്പം നമ്മുടെ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു. താങ്ക്സ് ഫോർ വാച്ചിങ്.